ഹായ് ഫ്രണ്ട്സ്, ശക്തി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബീഫും കൂർക്കയും കൊണ്ടുള്ള നല്ല ടേസ്റ്റി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കേട്ടോ. ഒരു 1/4 കിലോ ബീഫ് നന്നായി കഴുകി ഒരു കുക്കറിൽ എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇത്രയും മതിയാകും കേട്ടോ. ആൾ കൂടുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുത്തണം. കുറച്ച് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 മുളക് നടുകെ കീറിയത്, ആവശ്യത്തിന് ഉപ്പ്, ബീഫ് വേവിക്കാൻ പാകത്തിനുള്ള വെള്ളം, മഞ്ഞളിടണേ, ഞാൻ ഇടാൻ മറന്നുപോയി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. മീഡിയം ഫ്ലെയിമിൽ 6-7 വിസിൽ അടുപ്പിക്കണം. ബീഫ് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മാറ്റി വയ്ക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് പാത്രം ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. അപ്പോൾ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അതിലേക്ക് 2 സവാള അരിഞ്ഞതും 2 പച്ചമുളകും അതിലേക്ക് ഇട്ടു ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റണം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അതിലേക്ക് 2 ചെറിയ തക്കാളി ഇട്ട് കൊടുക്കണം. ഈ തക്കാളി അടച്ച് വെച്ച് വേവിക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇടണേ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പോൾ തക്കാളി നന്നായി കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വിട്ടുപോയതാട്ടോ കുരുമുളക് പൊടി ചേർക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ. എല്ലാം നമ്മൾ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. പച്ചമണം മാറിയ ശേഷം വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിൽ വെള്ളം വേണം കേട്ടോ, വെള്ളം കളയരുത്. നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. കൂർക്ക ക്ലീൻ ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം.
കൂർക്ക വേണമെങ്കിൽ സെപ്പറേറ്റ് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വേവിക്കാം കേട്ടോ. ഇത് ഞാൻ ഇതിനകത്ത് തന്നെ ഇട്ട് വേവിക്കണതാണേ. നമുക്ക് സെപ്പറേറ്റ് വേവിച്ചാലും കുഴപ്പമില്ല, എന്നിട്ട് ഇതിനകത്ത് ആഡ് ചെയ്താലും മതിയാവും. എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം അടച്ച് വെച്ചൊന്ന് വേവിക്കണേ. മീഡിയം ഫ്ലെയിമിലിടണം. നമ്മുടെ ബീഫും കൂർക്കയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഈ കൂർക്ക മാത്രം കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ബീഫിലിട്ട കൂർക്ക കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ കൂടെ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില അങ്ങോട്ട് വിതറി കൊടുക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കണേ. നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ.